ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ചെമ്പകമംഗലത്ത് ഉമാമഹേശ്വരി പൂജ നടത്തുന്നതിനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. അവിടെ പൂജാരിയും അദ്ദേഹത്തിന്റെ അനുകർമ്മിയും കൂടി അവിടേക്ക് എത്തി പൂജയ്ക്ക് വേണ്ട വിധിപ്രകാരമുള്ള ചടങ്ങുകളെല്ലാം നടത്തണം. പൂജ സാധനങ്ങളെല്ലാം നേരത്തെ തന്നെ എത്തിച്ച് അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത് കണ്ട് അതെല്ലാം നോക്കി അങ്ങനെ നിൽക്കുകയാണ് കൈമൾ അദ്ദേഹവും രാജേശ്വരി അമ്മയും. ഒപ്പം നന്ദിനിയും അവിടേക്ക് എത്തി. എല്ലാവരും ചേർന്ന് ആ പൂജ മംഗളകരമാക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോൾ നന്ദിനിയും പൂജയ്ക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം അവിടെ എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ഈ സമയത്ത് പൂജാരി അത് കൃത്യമായി വേണ്ട രീതിയിൽ തന്നെ അത് എല്ലായിടത്തും റെഡിയാക്കി ഭംഗിയായി തന്നെ അതെല്ലാം അതാത് സ്ഥാനത്ത് വെച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞപ്പം ഉടനെ ഉമാമഹേശ്വരി പൂജയ്ക്ക് വേണ്ട എല്ലാ സാധനങ്ങളും തന്നല്ലോ അല്ലെ എന്ന് പൂജാരിയോട് രാജേശ്വരി അമ്മ അന്വേഷിച്ചു. അത് കേട്ടതും അദ്ദേഹം പറഞ്ഞു, ഇവിടെ പൂജയ്ക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും നടത്തി കഴിഞ്ഞല്ലോ. മാത്രമല്ല ഇത് 3 ദിവസം നീണ്ടു നിൽക്കുന്ന പൂജയല്ലേ, അതുകൊണ്ട് ഇന്നത്തെ പൂജയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം യഥാവിധി നടന്നു കഴിഞ്ഞിരിക്കണം. അങ്ങനെ പൂജ ആരംഭിക്കാം. അല്ല അതിരിക്കട്ടെ, ഇതെന്താ ഈ തറവാടിന് കുറുക്കെ ഇങ്ങനെ ഒരു വടം കെട്ടിവെച്ചിരിക്കുന്നത് എന്ന് പൂജാരി അന്വേഷിച്ചതും ഉടനെ രാജേശ്വരി അമ്മ പറഞ്ഞു, അതെ, മുള പൊട്ടുമ്പോ അതിൽ കളയും ഉണ്ടാകാറുണ്ടല്ലോ, അങ്ങനെയെന്ന് കരുതിയാൽ മതി എന്ന് ചോദ്യത്തിന് മറുപടിയായി രാജേശ്വരി അമ്മ നൽകിയതും ഉടനെ അവിടെ വാതുക്കലേക്ക് സാവിത്രി എത്തി. സാവിത്രി വന്ന് നോക്കുമ്പോ അവിടെ പൂജയ്ക്ക് വേണ്ടിയുള്ള എല്ലാ കർമ്മങ്ങളും നടത്തുന്നത് അപ്പുറത്തെ ഭാഗത്ത് ആണ് എന്ന് കണ്ടതോടെ സാവിത്രിക്കാകെ ദേഷ്യമായി. സാവിത്രി അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു, ഓഹോ, ഇതെന്താ പൂജയാണ് അവിടെയാണോ നടത്തുന്നത്? ഇവിടെ നടത്തിയാൽ എന്താ കുഴപ്പം? ആ ഭാഗത്ത് നടത്തുന്നതിന് കാരണം എന്താണ് എന്ന് ചോദിച്ച് സാവിത്രി ബഹളം ഉണ്ടാക്കി. അതെ, പൂജ ചെയ്യാനായി സമ്മതിച്ചത് ഇവിടെ നടത്തുന്നതിന് വേണ്ടിയാണ്. ഈ കുടുംബത്തിന് വേണ്ടിയല്ലേ പൂജ നടത്തുന്നത്, പിന്നെ ഇത് അവിടെ വെക്കുന്ന എന്ത് കാരണത്താലാണ് എന്ന് ചോദിച്ച് ഉടനെ സാവിത്രി ദേഷ്യപ്പെട്ടു. ഇതൊന്നും ഇവിടെ പറ്റത്തില്ല, ഞാൻ എന്റെ നോട്ടം ഒന്ന് പെശകിപ്പോയി, അതുകൊണ്ടല്ലേ ഇങ്ങനെയെല്ലാം വരുത്തിയത് എന്ന് ചോദിച്ചപ്പോ ഉടനെ സാവിത്രിയുടെ വാക്കുകൾ കേട്ട് രാജേശ്വരി അമ്മ നന്ദിനിയും ഒക്കെ ആകെ ദേഷ്യത്തിലായി. ഉമാമഹേശ്വരി പൂജ ഞങ്ങളുടെ ഭാഗത്താണ് നടത്തേണ്ടത്, അതുകൊണ്ട് പൂജ നടത്തേണ്ടത് ഞങ്ങളുടെ ഇവിടെ തന്നെയാ വേണ്ടത് എന്ന് പറഞ്ഞപ്പോ ഉടനെ കൈമളദ്ദേഹം പറഞ്ഞു, ആ നിൽക്കുന്നത് ആരാണെന്ന് തിരുമേനിക്കറിയാവല്ലോ, എന്റെ മകളാണ്, പറഞ്ഞിട്ടെന്താ കാര്യം? ഇപ്പോ സ്വബോധമില്ല, അതാണ് സത്യം. ഇതിന്റെ മറുപടി പൂജാരി തന്നെ അങ്ങ് പറഞ്ഞാ മതി എന്ന് പറഞ്ഞതും കുട്ടി എന്ന് വിളിച്ചതും കുട്ടിയല്ല, എന്നെ സാവിത്രി എന്നങ്ങ് വിളിച്ചാ മതി എന്ന് പറഞ്ഞു. ശരി സാവിത്രി, ഇവിടെ പൂജ നടത്തുന്നതിനും പൂജാതി കർമ്മങ്ങൾ നടത്തുന്നതിന് ആചാര്യ മതമുണ്ട്. അത് കേട്ട ഉടനെ ദേഷ്യത്തോടെ അതെ മനസ്സിലായില്ല എന്ന് സാവിത്രി പറഞ്ഞു. ഓരോന്നിനും ഓരോ സ്ഥാനം നിശ്ചയിച്ചിട്ടുണ്ട്. ഓരോ പൂജകൾ നടത്തുന്നതിന് വേണ്ടി അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും. എന്നാ അത് മര്യാദയ്ക്ക് അങ്ങ് പറഞ്ഞാ പോരെ, അല്ലാതെ ഈ മതവും ജാതിയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചതും മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്നാണ് അർത്ഥം, അല്ലാതെ അത് മറ്റൊന്നുമല്ല. ആചാര്യ മതം എന്ന് പറഞ്ഞാൽ ആചാര്യന്മാരുടെ അഭിപ്രായം, അതാണ് സത്യം എന്ന് സാവിത്രിക്ക് പറഞ്ഞു കൊടുത്തു. അത് കേട്ട ഉടനെ സാവിത്രി, ഓ അങ്ങനെയെങ്കിൽ അങ്ങനെ, ഇന്ന് ഈ പൂജ നടക്കാൻ കൃത്യമായി ദേവീസ്ഥാനം ദേവീ പൂജയ്ക്കാണ്, ദേവീ പ്രീതി നേടുന്നതിന് വേണ്ടിയുള്ള പൂജയാണ് നടത്തുന്നത്. അതിന് അനുയോജ്യമായ ഭാഗം ഇത് തന്നെയാണ്. ദേവീ പ്രീതിക്ക് വേണ്ടുന്ന പൂജ അതാത് ഭാഗത്ത് നടത്തിയില്ലെങ്കിൽ ആ പൂജ നടത്തേണ്ട ഭാഗത്ത് വെച്ച് പൂജാ കർമ്മങ്ങൾ നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഫലത്തെക്കാൾ ഏറെ ദൂഷ്യഫലം ഉണ്ടാക്കും, അതാണ് പറഞ്ഞത് എന്ന് പറഞ്ഞതും ഉടനെ സാവിത്രി പറഞ്ഞു, ഈ പൂജ ഞങ്ങളുടെ ഭാഗത്ത് നടത്തണമെന്നേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞതും ഉടനെ അദ്ദേഹം പറഞ്ഞു, അതെ, ഇത് ഈ ഒരു കുടുംബത്തിന് വേണ്ടിയാണല്ലോ ഈ പൂജ നടത്തുന്നത്, അത് എവിടെ വെച്ച് വേണമെങ്കിലും പൂജ നടത്താൻ കഴിയില്ല. അതിന് കൃത്യമായിട്ടുള്ള ഒരു പൂജാ കർമ്മങ്ങളും പൂജാ വിധികളുമുണ്ട്. അത് അതാത് സ്ഥാനത്ത് നടത്തുകയും ചെയ്യണം, എന്നാൽ മാത്രമേ കൃത്യമായി അവിടെ നടത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ പൂജ ഈ ഭാഗത്ത് നടക്കേണ്ടതാണ്, അല്ലെങ്കിൽ അതിന് ഉദ്ദേശിച്ച ഫലസിദ്ധിയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. കൂടുതലൊന്നും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ പറഞ്ഞത് ഈ പൂജ ഞങ്ങളുടെ ഭാഗത്ത് നടത്തണമെന്നാണ് എന്ന് വീണ്ടും സാവിത്രി ആവർത്തിച്ചതും ഉടനെ പൂജാരി പറഞ്ഞു, അതെ, ഞങ്ങൾ എന്നൊക്കെ പറയാനുള്ള അവകാശവും അധികാരവും അത് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇങ്ങനെ അത്യാഗ്രഹികളും ഞാനെന്നും അഹങ്കാരത്തോടെ ഞാനെന്ന ഭാവത്തോടെ നടക്കുന്ന സ്വാർത്ഥമതികളുടെ കൂടെ ഒരിക്കലും ഒരു ദൈവവും നിൽക്കില്ല. ഒരിക്കലും ദൈവം അവരെ അനുഗ്രഹിക്കുകയുമില്ല. ഈ ഞാൻ എന്നുള്ള ആ ഒറ്റയൊരു പ്രയോഗം, ഞാനെന്നും ഞങ്ങളെന്നും ഒക്കെ പറയാനുള്ള ആ ഒരു അധികാരവും അവകാശവും സാക്ഷാൽ ഈശ്വരന് മാത്രമേ ഉള്ളൂ എന്ന്
പൂജാരി അറിയിച്ചതും ഉടനെ സാവിത്രി പറഞ്ഞു, അതെ, ഞാനൊരു മതപ്രഭാഷണം കേൾക്കാൻ വന്നതല്ല. ഞാൻ എന്റെ കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. സത്യത്തിലേ ഞാൻ കഥകളി കാണാൻ പോകുന്നത് അത് കഥ കേട്ടിരിക്കാൻ വേണ്ടിയല്ല, നന്നായിട്ടൊന്ന് ഉറങ്ങാനാണ്. അതില് എനിക്ക് അലാറവും ഉണ്ട്. അത് വേറൊന്നുമല്ല, വധു നടക്കുന്ന സമയത്ത് ഈ കൂക്കുവിളികളെ അത് തന്നെ എന്ന് സാവിത്രി അറിയിച്ചു. അത് കേട്ടതും ഉടനെ സാവിത്രിയുടെ വാക്കുകൾ കേട്ട് പൂജാരി പറഞ്ഞു, അതെന്തുമായിക്കൊള്ളട്ടെ, പക്ഷെ ഇവിടുത്തെ കാര്യം ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെയാണ്. പിന്നെ എനിക്ക് ഒരു അഭിപ്രായം കൂടിയുണ്ട്. നമ്മൾ ഇവിടെ പൂജ നടത്തുന്നത് നന്മയ്ക്ക് വേണ്ടിയും നല്ലത് സംഭവിക്കാനുമല്ലേ. അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞ് നിങ്ങളത് അനുസരിക്കണം എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ എന്താന്ന് വെച്ചാ പറയൂ എന്ന് സാവിത്രി പറഞ്ഞതും പൂജാരി പറഞ്ഞു, ദാ ഈ വീടിന് കുറുകെ വെച്ചിരിക്കുന്ന ഈ വടം ഉണ്ടല്ലോ, അത് അഴിച്ചു മാറ്റണം ഈ പൂജ തീരും വരെ എന്നറിയിച്ചു. അത് കേട്ട ഉടനെ സാവിത്രി പറഞ്ഞു, അതൊന്നും നടക്കില്ല, ഇത് ഞങ്ങൾ ഭാഗം വെച്ചതാണ്, അത് ഒരിക്കലും മാറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോ പൂജാരി പറഞ്ഞു, അതെ, സ്വന്തം ജന്മം നൽകിയ അച്ഛനമ്മമാരെ ഭാഗം വയ്ക്കുന്ന ആളുകൾക്കൊപ്പം ഏതെങ്കിലും ഈശ്വരമ്മ നിൽക്കുവോ സാവിത്രി എന്ന് പൂജാരി അന്വേഷിച്ചു. അത് മാത്രമല്ല, അങ്ങനെ ഇവിടെ പൂജ നടത്തിയാൽ അതുകൊണ്ട് ഒരു പ്രീതിയും കിട്ടാൻ പോകുന്നില്ല, ഒരു അനുഗ്രഹവും ഉണ്ടാവില്ല, ആ പൂജ കൊണ്ട് ഒരു ഫലവും കിട്ടില്ല, ഫലസിദ്ധി ഇല്ലാതെ വെറുതെ എന്തിനാ പൂജ ചെയ്യുന്നത് എന്ന് സാവിത്രിയോട് പൂജാരി അന്വേഷിച്ചു. അത് കേട്ട ഉടനെ സാവിത്രിക്ക് ആകെ ആശങ്കയായി. അങ്ങനെയാണെങ്കിൽ ഫലസിദ്ധി കിട്ടാതെ പോയാൽ അത് ശരിയാവില്ല. ഈ പൂജ നടക്കേണ്ടതും അതിന് ഫലസിദ്ധി ഉണ്ടാകേണ്ടതും എന്റെ ആവശ്യമാണ്. എനിക്ക് ആപത്തുണ്ടാകാതിരിക്കാനാണല്ലോ ഈ പൂജ തന്നെ നടത്തുന്നത്. അതുകൊണ്ട് തൽക്കാലം ഇത് അഴിച്ചു മാറ്റുന്നത് തന്നെയാണ് നല്ലത് എന്ന് സാവിത്രി അങ്ങനെ ചിന്തിച്ചു. ഉടനെ പൂജാരി ചോദിച്ചു, എന്താ അഴിച്ചു മാറ്റത്തില്ലേ എന്ന് ചോദിച്ചതും ശരി ശരി, ആയിക്കോട്ടെ, ഇനി അതിന്റെ ഒരു കുറവ് വേണ്ട എന്ന് പൂജാരിയുടെ ആ തീരുമാനത്തെ അംഗീകരിച്ചുകൊണ്ട് സാവിത്രി സമ്മതം മൂളി. അത് കേട്ടതും ആ കുടുംബത്തുള്ള മറ്റെല്ലാവരും സന്തോഷിച്ചു. ഉടനെ സാവിത്രി മനസ്സ് ചിന്തിച്ചു, തൽക്കാലം എന്റെ ആയുസിന് ആപത്തൊന്നും വരാതിരിക്കാൻ വേണ്ടിയല്ലേ ഈ പൂജയ്ക്ക് ഫലം ഉണ്ടാകേണ്ടതും എന്റെ ആവശ്യമായി പോയില്ലേ, അതുകൊണ്ട് മാത്രം തൽക്കാലം ഞാനിത് അംഗീകരിക്കുന്നു എന്ന് മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ ഉടനെ കൈമൾ അദ്ദേഹം രാജേശ്വരി അമ്മയോട് പറഞ്ഞു, രാജേശ്വരി, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ കൊമ്പ് കുലുക്കി അട്ടഹാസം ഉണ്ടാക്കരുത്, ബഹളം വെക്കരുത് എന്ന് പറഞ്ഞതും രാജേശ്വരി അമ്മ ചോദിച്ചു, എന്താ കൈമളേട്ടൻ പറ എന്ന് പറഞ്ഞപ്പോ വീണ്ടും രാജേശ്വരി പറഞ്ഞു, അത് വേറൊന്നുമല്ല, ഇന്നിവിടെ ഒരു മംഗളകരമായ ചടങ്ങ് നടത്തുകയല്ലേ, നമ്മുടെ കുടുംബത്തിന്റെ ചടങ്ങ്. ഈ ചടങ്ങ് നടക്കുമ്പോ അതിന് മംഗളകരമായി തീരണമെന്നുണ്ടെങ്കിൽ, അതിന്റെ അനുഗ്രഹം പ്രാപ്തമാകണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട് എന്നറിയിച്ചു. എന്താണെന്നുള്ള രീതിയിൽ രാജേശ്വരി ചോദിച്ചതും ഉടനെ കൈമൾ അദ്ദേഹം പറഞ്ഞു, അതെ, നമ്മുടെ ജയറാമിനെ ഇങ്ങോട്ട് വിളിക്കണം. ജയൻ അവൻ ഈ ചടങ്ങിൽ പങ്കെടുക്കട്ടെ, അവനെ മാറ്റി നിർത്തുന്നത് ശരിയല്ല എന്ന് പറഞ്ഞതും ഉടനെ ദേഷ്യത്തോടെ രാജേശ്വരി അമ്മ പറഞ്ഞു, ഇല്ല, ഞാൻ അതിന് സമ്മതിക്കത്തില്ല, ഒരിക്കലും ഞാൻ അത് അംഗീകരിക്കുകയില്ല. അവനെ ഈ വീടിന് പുറത്താക്കിയതാണ് ഞാൻ, അവനെ ഇനിയും ഇവിടേക്ക് തിരിച്ചു കയറ്റാൻ ഞാൻ സമ്മതിക്കത്തില്ല. അവനെ ഒഴിവാക്കിയുള്ള ചടങ്ങുകൾ മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ, അല്ലാതെ അവനെ ഉൾക്കൊള്ളിച്ച് ഒരു പൂജയും ഈ വീട്ടിൽ ഞാൻ നടത്താൻ ആഗ്രഹിക്കുന്നില്ല. ഇക്കാര്യത്തിൽ മാത്രം കൈമളേട്ടൻ എന്നെ നിർബന്ധിക്കരുത്, ഞാൻ അനുസരിക്കില്ല എന്ന് രാജേശ്വരി വീണ്ടും ദേഷ്യത്തോടെ കൈമൾ അദ്ദേഹത്തോട് തന്റെ വാശി എന്താന്ന് കൃത്യമായി തന്നെ അറിയിച്ചു. അത് കേട്ട ഉടനെ കൈമൾ അദ്ദേഹം ആകെ നിരാശയിലായി. ഈ സമയത്താണ് മീനാക്ഷി പൂജയ്ക്ക് വേണ്ടി റെഡി ആയിക്കൊണ്ടിരുന്നത്. വാതുക്കലേക്ക് എത്തിയ കാർത്തിക ചോദിച്ചു, ഇതുവരെ റെഡിയായില്ലേ എന്ന് ചോദിച്ചിട്ടും ചിരിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു നോക്കി മീനാക്ഷി പറഞ്ഞു, ഞാനെപ്പോഴേ റെഡി എന്ന് പറഞ്ഞതും, ഇതാണോ റെഡി ആയത് എന്ന് കാർത്തിക ദേഷ്യത്തോടെ ചോദിച്ചു. അതെന്താ എന്ന് ചോദിച്ചതും, സാരി ഉടുത്ത് ശീലമില്ലല്ലേ എന്ന് ചോദിച്ചതും മീനാക്ഷി പറഞ്ഞു, ഇതിനെന്താ പ്രശ്നം, അല്ല സാരി ഇങ്ങനെയല്ല ഉടുക്കേണ്ടത് എന്ന് കാർത്തിക് അറിയിച്ചു. എന്നാ ഉടുപ്പിച്ചതാ എന്ന് പറഞ്ഞത്, അതിനെന്താ ചെയ്യാം എന്ന് പറഞ്ഞ് വേഗം മീനാക്ഷി തന്റെ തോളിലിട്ടിരുന്ന ആ മുന്താണി വേഗം കാർത്തിക കയ്യിലേക്ക് വാങ്ങിച്ചു. ആ മുന്താണിയുടെ അറ്റം കൃത്യമായി തന്നെ കാർത്തിക് ഞൊറിഞ്ഞെടുക്കുന്നു. അത് ഞൊറിഞ്ഞെടുത്ത് വേഗം മീനാക്ഷിയുടെ തോളിലേക്ക് വെച്ചു കൊടുത്തു. അപ്പോഴാണ് മീനാക്ഷി മനസ്സിലോർത്തു, ഞാൻ വിചാരിച്ചതുപോലെയല്ല, അത്രയ്ക്കങ്ങ് മുരടനല്ല ആള്, കുറച്ച് റൊമാൻറ്റിക് ആണ് എന്ന് പറഞ്ഞ് അങ്ങനെ തോളിലേക്ക് ആ സാരി വെച്ചു കൊടുത്തതും കാർത്തിക് പറഞ്ഞു, നന്നായിട്ടുണ്ട്. അത് കേട്ട ഉടനെ വളരെ സന്തോഷത്തോടെ കാർത്തികിനെ നോക്കി മീനാക്ഷി പുഞ്ചിരിച്ചതും കാർത്തിക പറഞ്ഞു, അയ്യോ, ഞാൻ പറഞ്ഞതേ സാരി നന്നായിട്ടുണ്ടെന്നാണ് എന്ന് പറഞ്ഞ്
കാർത്തിക് ദേഷ്യത്തോടെ അവിടെ നിന്ന് പോയി. അല്ല, പൂജ ആരംഭിക്കാൻ തുടങ്ങുന്നതല്ലേ ഉള്ളൂ, അതിനു മുമ്പ് തന്നെ എന്തു പറ്റി ഇങ്ങനെ ACP സാറിനൊരു മാറ്റമൊക്കെ എന്ന് ആലോചിച്ചു. എന്തായാലും എല്ലാം നല്ലതിനായിരിക്കും, ഈ പൂജയുടെ അനുഗ്രഹമായിരിക്കാം എന്നെല്ലാം ആലോചിച്ച് പുഞ്ചിരിയോടെ മീനാക്ഷി അകത്തേക്ക് പോന്നു. ഈ സമയത്ത് പൂജാതി കർമ്മങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയുള്ള എല്ലാ ചുറ്റുവട്ടങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞതിന്റെ സന്തോഷത്തിൽ എല്ലാവരും പൂജ നടത്താനായി തയ്യാറായി നിന്നു. ഈ സമയത്ത് കാർത്തിക്കും മീനാക്ഷിയും കൂടി അവിടേക്ക് എത്തേണ്ട താമസമേ ഉള്ളൂ എന്ന രീതിയിൽ എല്ലാവരും അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ മീനാക്ഷിയും കാർത്തിക്കും കൂടി സാവിത്രിക്ക് അരികിലായി വന്നവിടെ നിന്നു. അപ്പോഴേക്കും വധൂവരന്മാരെത്തിയല്ലേ എന്ന് പൂജാരി അന്വേഷിച്ചു. ഉടനെ ഇരുവരെയും നോക്കി സന്തോഷത്തോടെ അങ്ങനെ പുഞ്ചിരിച്ച് അങ്ങനെ എല്ലാവരും നിൽക്കുമ്പോൾ പൂജാരി പറഞ്ഞു, അതെ, ഉമാമഹേശ്വരി പൂജയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഉമാമഹേശ്വരി പൂജ നടത്തുന്നതിന് വേണ്ട പുഷ്പങ്ങൾ നിങ്ങൾ വധൂവരന്മാർ തന്നെ വേണം പോയി ശേഖരിച്ചുകൊണ്ട് വരാൻ. അത് കേട്ട ഉടനെ ആകെ ഞെട്ടലോടെ പൂജാരിയെ കാർത്തികും മീനാക്ഷിയും നോക്കി. ഞങ്ങൾ തന്നെ പോയി പറിക്കണോ എന്ന് മീനാക്ഷിയെ നോക്കി കാർത്തിക് പൂജാരിയോട് ചോദിച്ചു. അതെ, നിങ്ങൾ തന്നെ പോയി പറിച്ചിട്ട് വരണം. ഉടനെ കാർത്തികിന്റെ ആശങ്ക കണ്ട് ദേഷ്യത്തോടെ അങ്ങനെ നോക്കുന്നവളെ സാവിത്രി പറഞ്ഞു, അല്ല, ആരെങ്കിലും വിട്ട് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചാ പോരെ എന്ന് ചോദിച്ചതും, അത് പോരാ, തൊടിയിൽ നിന്നോ പൂന്തോട്ടത്തിൽ നിന്നോ എവിടെ നിന്നായാലും കുഴപ്പമില്ല, പക്ഷെ ഇതിന് വേണ്ട പൂക്കൾ കൃത്യമായി പറിച്ചുകൊണ്ട് വന്നിരിക്കണം, പൂജയ്ക്ക് എടുക്കുന്ന പുഷ്പങ്ങൾ തന്നെ ആയിരിക്കുകയും വേണം എന്ന് പൂജാരി നിർദ്ദേശിച്ചു. അത് കേട്ട ഉടനെ കാർത്തികം മീനാക്ഷിയും പോകാൻ മടി കാണിച്ചങ്ങനെ നിൽക്കുമ്പോ മീനാക്ഷി പറഞ്ഞു, അതെ, ഈ പൂജ കൊണ്ട് ആർക്കും ഫലം കിട്ടേണ്ടതാ എന്നുള്ള കാര്യം മറക്കണ്ട. അതുകൊണ്ട് പൂജ മുടങ്ങുന്നതും പൂജ ഭംഗിയായി നടക്കേണ്ടതും നമ്മുടെ ആവശ്യമാണിപ്പോ. അതുകൊണ്ട് ഗൗരവം കാണിച്ചു നിന്നിട്ട് കാര്യമില്ല എന്ന് കാർത്തികിനോട് മീനാക്ഷി പറഞ്ഞു. ഉടനെ തന്നെ നന്ദിനിയമ്മ പൂക്കൾ പറിച്ചുകൊണ്ട് വരുന്നതിന് വേണ്ടിയുള്ള കൂടയും ആയിട്ട് അവരുടെ അരികിലേക്ക് എത്തി. കൊട്ട നേരെ കാർത്തികിന്റെ കയ്യിലേക്ക് കൊടുക്കുകയും ആ കുഞ്ഞ് കൂട വേഗം മീനാക്ഷിയുടെ കയ്യിലും കൊടുത്തു. പൂക്കൾ പറിച്ചുകൊണ്ട് വരാനായി അവർ വേഗം അവിടെ നിന്ന് പോകുന്നു. ഇത് കണ്ട് ദേഷ്യത്തോടെ സാവിത്രി നന്ദിനിയെ നോക്കുന്നു. പൂക്കൾ പറിക്കാനായി രണ്ടുപേരും കൂടി പോകുന്ന സമയത്ത് പൂജാരി പറഞ്ഞു, അതെ, ഉമാമഹേശ്വരി പൂജയാണ് നടക്കുന്നത്. ദേവന്റെയും ദേവിയുടെയും പ്രീതി നേടുന്നതിന് വേണ്ടി ആ പൂക്കൾ ആരാണോ ഈ ഒരു പൂജയ്ക്കായി ഇരിക്കുന്നത് ആ ഉപവിഷ്ടരാകുന്നവർ തന്നെ പൂക്കൾ ശേഖരിച്ച് കൊണ്ടുവരണം. അതാണ് വിധിപ്രകാരമുള്ള ചടങ്ങ് എന്ന് അദ്ദേഹം അറിയിച്ചു. അപ്പോഴേക്കും പൂക്കൾ പറിക്കുവാനായിട്ട് കാർത്തികും മീനാക്ഷിയും കൂടി അവിടെ തൊടിയിലേക്കായി എത്തി. അവിടുന്ന് ഓരോ പൂക്കൾ പറിച്ചുകൊണ്ട് അങ്ങനെ വരുമ്പോ മീനാക്ഷി കാർത്തികിനോട് പറഞ്ഞു, അതെ, ഇങ്ങനെ ഗൗരവത്തിൽ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, വേഗം പൂക്കൾ പറിച്ചിട്ട് പോയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് കാര്യം നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടും, അതെ, ഞാൻ എന്റെ ഈ ചടങ്ങിന് മാത്രമാണ് നിന്നെ ഭാര്യ സ്ഥാനത്ത് കാണുന്നത്, അല്ലാതെ ഒരിക്കലും നിന്നെ ഞാൻ ഭാര്യയായിട്ട് അംഗീകരിക്കുക പോലും ഇല്ല എന്ന് കാർത്തിക് അറിയിച്ചു. ഉടനെ മീനാക്ഷി പറഞ്ഞു, അതെ, ഒരു കാര്യം ഞാൻ പറയാം, വേഗം പൂക്കൾ പറിച്ച് പൂജയിൽ പങ്കെടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഈ പൂജ നടക്കേണ്ടത് ആരുടെ ആവശ്യമാണെന്ന് കൂടി മറക്കരുത് എന്ന് പറഞ്ഞത്. ഉടനെ തന്നെ കാർത്തിക് പറഞ്ഞു, എനിക്ക് പൂജ നടക്കണമെന്ന് യാതൊരു ആഗ്രഹവുമില്ല. അപ്പോഴേക്കും മീനാക്ഷിയും പറഞ്ഞു, എനിക്ക് ഒട്ടും ആഗ്രഹമില്ല. ഈ പൂജ നടക്കേണ്ടത് എന്റെയും ആവശ്യമായിട്ടുള്ള കാര്യമല്ല. പിന്നെ ഞാനതിനെ സമ്മതിക്കുന്നത്, ഇങ്ങനൊരു കാര്യം നടത്തണമെന്ന് നിർബന്ധിക്കുന്നത് അത് വേറൊന്നും കൊണ്ടല്ല. ഈ പൂജ നടന്നാൽ അതിന്റെ നേട്ടം നിങ്ങളുടെ അമ്മയ്ക്ക് തന്നെയാണ്. നിങ്ങളുടെ അമ്മയ്ക്ക് ദുർമരണം സംഭവിക്കാതിരിക്കണം. ഇടിമിന്നലേറ്റ് ദുർമരണം ഉണ്ടാകുമെന്നാണ് ജ്യോതിഷ വിധി. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞത് എന്ന് മീനാക്ഷി വേഗം കാർത്തികിനോട് അറിയിച്ചു. അങ്ങനെ പറഞ്ഞുകൊണ്ട് മീനാക്ഷി പൂക്കൾ ഇറക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് കാർത്തിക് കുറച്ചു നേരത്തേക്ക് ആലോചിച്ചു. തന്റെ അമ്മയ്ക്ക് വേണ്ടിയാണല്ലോ എന്നോർത്തതും കാർത്തിക് വീണ്ടും സൗമ്യനായി. മീനാക്ഷി എന്ന് വിളിച്ചതും, എന്തോ എന്നെ വിളിച്ചോ കാർത്തികേട്ടാ എന്ന് വിളിച്ചതും ഉടനെ, നീ എന്നെ ACP എന്നല്ലേ വിളിക്കാറുണ്ടായിരുന്നത്, അതങ്ങ് വിളിച്ചാ മതി. ഈ ഏട്ടാ കുട്ട എന്നുള്ള വിളിയൊന്നും എനിക്കൊട്ടും ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് ദേഷ്യത്തോടെ കാർത്തിക് മീനാക്ഷിയോട് പറയുന്നു. അത് കേട്ടതും മീനാക്ഷി ഇങ്ങനെ പറഞ്ഞു കേട്ട് കാർത്തികിന്റെ വാക്കുകൾ കേട്ട് മീനാക്ഷി പറഞ്ഞു, അതെ, ഏട്ടാ കുട്ടാന്നൊക്കെ വിളിക്കാനേ അയ്യ നല്ല മുതലല്ലേ ഈ നിൽക്കുന്നത്. എനിക്ക് ഒട്ടും താല്പര്യമില്ല ഈ മുതലിനെ ഇങ്ങനെയൊക്കെ വിളിക്കാൻ. ഈ മുതലിനെ വിളിക്കേണ്ട പേര് മസിൽമാൻ എന്നാണ്. മസിൽമാനെ എന്ന് വിളിക്കാനാണ് അതിലും നല്ലത്. എന്തായാലും ഞാൻ അങ്ങനെയൊന്നും ഒരിക്കലും വിളിക്കാനും വരുന്നില്ല എന്ന് പറഞ്ഞതും കാർത്തിക് പറഞ്ഞു, ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്നോട് കൊഞ്ചിക്കിരിയാനൊന്നുമല്ല ഞാൻ ഇപ്പോ ഈ പൂജയ്ക്ക് തയ്യാറായത്. ഈ പൂജയ്ക്ക് വേണ്ടി മാത്രമാണ് നിന്നെ ഞാൻ എന്റെ ഭാര്യ സ്ഥാനത്ത് കാണുന്നതും എന്ന്
കാർത്തിക് ദേഷ്യത്തോടെ വേഗം മീനാക്ഷിയോട് പറഞ്ഞു. ഉടനെ മീനാക്ഷി പറഞ്ഞു, അതെ, എനിക്ക് നിങ്ങളോട് അത്രയും വലിയ താല്പര്യമൊന്നുമില്ല, പിന്നെ പൂജ നടക്കട്ടെ എന്ന് കരുതി മാത്രമാണ് ഞാനും ഇതിന് തയ്യാറായത് എന്ന് പറഞ്ഞ് വേഗം പൂക്കൾ ഇറുക്കാനായി കാർത്തികിന്റെ അരികിൽ നിന്ന് മീനാക്ഷി പോകുന്നു. അങ്ങനെ മീനാക്ഷി മാറി നിന്ന് പൂക്കൾ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് കാർത്തിക് പൂക്കൾ പറിക്കുന്ന സ്ഥലത്തേക്കായി കാർത്തികിന്റെ കാൽച്ചുവട്ടിലേക്കായി ഒരു പാമ്പ് വന്നത്. ഈ സമയത്ത് കാർത്തിക് പൂക്കളെടുത്ത് കൂടയിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്ന നേരത്ത് കാർത്തികന്റെ കാൽച്ചുവട്ടിലേക്ക് ഒരു പാമ്പ് ഇഴഞ്ഞു വരുന്നത് മീനാക്ഷിയെ കാണാനിടയാകുന്നു. മീനാക്ഷി ഉടനെ തന്നെ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ACP പാമ്പ്. അത് കേട്ടതും മീനാക്ഷി എന്തോ പറയുന്നുണ്ടെന്നല്ലാതെ എന്താ കാര്യം എന്നറിയാതെ കാർത്തിക് ദേഷ്യത്തോടെ നോക്കി. ഉടനെ തന്നെ കാർത്തിക്കിന് ഒന്നും മനസ്സിലായില്ലെന്ന് മനസ്സിലായ മീനാക്ഷി എന്താ കാര്യം എന്നറിയാതെ കാർത്തിക് ആ ദേഷ്യത്തോടെ നോക്കുമ്പോ മീനാക്ഷി വേഗം തന്റെ കയ്യിലുണ്ടായിരുന്ന പൂക്കളുമായിട്ട് ഉടനെ തന്നെ കാർത്തിക്കിന്റെ അരികിലേക്ക് ഓടിയെത്തുന്നു. കാർത്തിക് ആകെ അതിശയത്തോടെ അങ്ങ് നോക്കി വെക്കുമ്പോ വേഗം മീനാക്ഷി കാർത്തികിനെ ആ അപകടത്തിൽ നിന്ന് വേഗം തന്നെ കാർത്തികിനെ അവിടെ നിന്ന് മാറ്റുന്നു. ഉടനെ ഓടി അരികിലേക്ക് എത്തിയ കാർത്തികിന്റെ തൊട്ടടുത്തെത്തിയ മീനാക്ഷി കാർത്തികിനെ ആ പാമ്പിന്റെ കൊത്തിൽ നിന്ന് വേഗം വലിച്ച് തന്റെ അരികിലേക്കായി അടുപ്പിച്ചു. കാർത്തിക് വീഴാനൊരുങ്ങി ആ നിമിഷം തന്നെ കാർത്തികിന്റെ ദേഹത്തേക്ക് ആ പാമ്പ് ചീറ്റി കൊത്താനായിട്ട് പാഞ്ഞു. ആ സമയത്ത് കാർത്തിക്കും മീനാക്ഷിയും കൂടി താഴേക്ക് വീഴുന്നു. ആ പാറക്കെട്ടിലേക്ക് രണ്ടുപേരും വീണതും വേഗം തന്നെ രണ്ടുപേരും ഊർന്നൂർന്ന് താഴോട്ടായി വന്നു വീണു. ഈ സമയത്ത് മീനാക്ഷിയോട് കാർത്തിക് ചോദിച്ചു, നീ എന്തായി കാണിച്ചത് മീനാക്ഷി? അപ്പോഴേക്കും മീനാക്ഷി വേഗം തന്റെ അരികിലേക്ക് വന്നതിന് കാർത്തിക് ദേഷ്യപ്പെട്ടു. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ മീനാക്ഷി? അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, പാമ്പ് ദാ അവിടെ എന്ന്. എവിടെ പാമ്പ് എന്ന് കാർത്തിക് ദേഷ്യപ്പെട്ടു. ദാ അവിടെ എന്ന് പറഞ്ഞതും പാമ്പ് ചേമ്പാ ഉള്ളത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ എന്നെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി മനഃപൂർവ്വം നീ ഓരോ കാര്യങ്ങൾ കാണിക്കുന്നല്ലേ റൊമാൻസ് അയക്കാനായിട്ട്. അതെ, അങ്ങനെ നീ ഓരോ റൊമാൻസുമായിട്ട് നീ എന്റെ അടുത്തേക്കൊന്നും വരണ്ട എന്ന് പറഞ്ഞു കാർത്തിക് മീനാക്ഷിയോട് ദേഷ്യപ്പെട്ടു. അത് കേട്ട ഉടനെ മീനാക്ഷി പറഞ്ഞു, അയ്യാ, നിങ്ങളോട് റൊമാൻസ് കാണിക്കണം, ACP സ്മാക്കൾ സൂക്ഷിച്ച് സംസാരിക്കണം. ഞാനേ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നത് നിങ്ങളുടെ കുഞ്ഞിനെ നോക്കാനുള്ള അല്ലെങ്കിൽ കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രം. ആ കുഞ്ഞിനെ നോക്കുക എന്നത് മാത്രമാണ് എനിക്കുള്ള കടമ. പിന്നെ അതിന് നിങ്ങൾ എനിക്ക് ശമ്പളവും തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനിടയ്ക്ക് റൊമാൻസ് എന്നൊക്കെ പറഞ്ഞ് എന്റെ അടുത്തോട്ട് വന്നാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. എന്റെ ഈ നാവിലിരിക്കുന്ന നിങ്ങൾ കേൾക്കുകയും ചെയ്യും. പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് പറഞ്ഞ് മീനാക്ഷി ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. കാർത്തിക് തന്റെ കയ്യിലുണ്ടായ മുറിവെല്ലാം തൂത്തുടച്ച് മീനാക്ഷിയെ നോക്കി അവിടെ നിൽക്കുന്നു. അതിനുശേഷം ഇരുവരും പൂക്കളുമായി അവിടെ പൂജ ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു. രണ്ടുപേരും പൂജയ്ക്കായി അവിടെ വന്ന് ഉപവിഷ്ടരായതോടെ പൂജാരി വേണ്ട രീതിയിൽ കർമ്മങ്ങളെല്ലാം നിർവഹിച്ച് പൂജയ്ക്ക് വേണ്ട മന്ത്രങ്ങളും മറ്റും പറഞ്ഞു കൊടുത്ത് അവരെ ഒരുമിച്ചിരുത്തി പൂജാ വിധി പ്രകാരമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യിക്കുന്നു. ഈ സമയത്ത് ജയരാമൻ തന്റെ തറവാട്ടിൽ നടക്കുന്ന ഉമാമഹേശ്വരി പൂജയിൽ പങ്കെടുക്കാൻ കഴിയില്ലെങ്കിലും തന്റെ മകളും അനന്തരവനും ആ പൂജ ചെയ്യുന്നത് അപ്പുറത്ത് നിന്ന് നോക്കി കാണുന്നു. അങ്ങനെ കൃത്യമായി പൂജാരി പറഞ്ഞു കൊടുക്കുന്ന മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് കാർത്തികും മീനാക്ഷിയും ആ പൂജയിൽ പങ്കുകൊണ്ടു. അത് പൂജ അവസാനിച്ചതും പൂജാരി പറഞ്ഞു, ഇന്നത്തെ പൂജ അവസാനിച്ചു കഴിഞ്ഞു. ഇനിയും ഇതിനോടനുബന്ധിച്ച് ചില ചടങ്ങുകളുണ്ട്. ഇനി ദീർഘകാലം സന്തുഷ്ടരായി നല്ല ദാമ്പത്യ ജീവിതം പുലർത്തിക്കൊണ്ട് ദീർഘകാലം നിങ്ങൾക്ക് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ കഴിയും. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ വന്നു ചേരുന്ന എല്ലാ പ്രശ്നങ്ങളും ഉമാമഹേശ്വരൻ ഇല്ലാതാക്കിക്കോളും എന്ന് പറഞ്ഞ് കാർത്തികിനെയും മീനാക്ഷിയെയും പൂജാരി അനുഗ്രഹിക്കുന്നു.